പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 10 മുതൽ കേരള പൊതുമണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമായിരിക്കുന്ന ശബരിമലയിലെ പെരുങ്കൊള്ളയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഏതാണ്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, സെപ്റ്റംബർ 10 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ ശബരിമലയിലെ പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ദേവസ്വം ബെഞ്ചിൻ്റെ ഏതാണ്ട് എനിക്കൊന്ന് 5 ഇടക്കാല ഉത്തരവുകൾ വന്നു. ആ ഉത്തരവുകളിലൂടെ ഒരുപാട് ഈ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നടക്കുന്ന പെരുങ്കൊള്ള സംബന്ധിച്ച് ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നു. ഒക്ടോബർ 6 ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വിധിയിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. സാധാരണഗതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറയാറ്. എന്നാൽ ഇവിടെ സംഭവിച്ചത്, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതി അതിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാരാണ് എന്ന് പോലും കൃത്യമായി പറഞ്ഞു. അതിനകത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ വെച്ച് അന്വേഷണ സംഘം രൂപീകരിക്കണം എന്ന് പറഞ്ഞത്. എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ADGPയുടെ നേതൃത്വത്തിൽ, എസ് ശശിധരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണം നടത്തേണ്ടത് എന്ന് ഹൈക്കോടതി പറഞ്ഞു. 6 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ 2 ആഴ്ച കൂടുമ്പോൾ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നും കോടതി പറഞ്ഞു. ഒക്ടോബർ 10 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒക്ടോബർ 10 കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് 10 ദിവസമായിരിക്കും. 4 ദിവസം കഴിയുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. അയാളുടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അറസ്റ്റുകൾ നടക്കും എന്ന് അഭ്യൂഹങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി നടക്കാൻ പോകുന്ന അറസ്റ്റ്, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന അറസ്റ്റുകളിൽ ഒന്ന് ആരുടേതായിരിക്കും എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഈ കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിയാണ്. പിന്നെ ദേവസ്വം ബോർഡിലെ ഒരു 5-6 ഉദ്യോഗസ്ഥന്മാർ, തിരുവാഭരണം കമ്മീഷണർമാരായിട്ടിരുന്നവർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് സുധീഷ്, മുരാരി ബാബു, ജയശ്രീ എന്നൊക്കെ പറയുന്ന ഒരു 5-6 പ്രതികൾ. ദേവസ്വം ബോർഡ് തന്നെ 8-ാം പ്രതിയാണ്. അങ്ങനെ ഒരു പ്രതിപട്ടികയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതിലാണ് പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് 17-ാം തീയതി പുലർച്ചെ 2:40 ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ പുളിമാത്തുള്ള വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പോറ്റിയെ അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. റാന്നി കോടതിയിൽ നിന്ന് 14 ദിവസത്തേക്ക് ആണ് റിമാൻഡ് അനുവാദം ചോദിച്ചത്. കോടതി അത് നൽകി. അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊന്നും ആധികാരികതയെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. എന്തായാലും ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിനടുത്ത് ഒരു വിവരങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും പുറത്തു പോകാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും പ്രതി അങ്ങനെ പറഞ്ഞു, പ്രതി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആധികാരികതയെക്കുറിച്ചിട്ട് നമുക്ക് അറിയില്ല. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്, ഒരു പ്രധാനപ്പെട്ടയാൾ ഈ അന്വേഷണത്തിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ പേരാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നത്. അത് ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുകൂടി ഞാൻ ആദ്യമായി പറയട്ടെ. അയാൾ 2016-19 കാലത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അദ്ദേഹം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മെമ്പറല്ല. അദ്ദേഹത്തിൻ്റെ പേര് A. പത്മകുമാർ എന്നാണ്. സുഹൃത്തുക്കളെ, A. പത്മകുമാർ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പറയാം. ആ വിവരമാണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വെക്കാം. അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ
അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വിശദാംശങ്ങളും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ സ്വർണം ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ വിവാദത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണം പൂശുന്ന ആ പ്രക്രിയയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നത് 5/7/2019 ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഈ പെരുങ്കൊള്ളയുടെ തുടക്കം എന്ന് പറയുന്നത് 5/7/2019 എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ നിന്നാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ പെരുങ്കൊള്ളയുടെ വിത്ത് പാകിയത്, ഈ പെരുങ്കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ഈ പെരുങ്കൊള്ളയുടെ ജെനിസിസ് എന്ന് പറയുന്നത് 5/7/2019 എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഉത്തരവാണ്. അത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. ആ ഉത്തരവിലാണ് ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുകളാണെന്നും അതിൽ സ്വർണം പൂശണം എന്നും പറഞ്ഞത്. നമുക്കറിയാം, 1998 മല്ലയ്യയുടെ നേതൃത്വമുള്ള UV ഗ്രൂപ്പ് 30 കിലോ ഉപയോഗിച്ചുകൊണ്ട് ഈ ശ്രീകോവിൽ പൂർണ്ണമായും സ്വർണം പൂശിയതാണ് എന്ന് നമുക്കറിയാം. സ്വർണത്തിൽ പൊതിഞ്ഞതാണ്, സ്വർണം പൂശിയതല്ല, സ്വർണത്തിൽ പൊതിഞ്ഞതാണ് എന്ന് നമുക്കറിയാം. ദ്വാരപാലക ശില്പങ്ങൾ ഏതാണ്ട് 2 കിലോയോളം സ്വർണത്തിൽ പൊതിഞ്ഞതാണ് എന്ന് നമുക്കറിയാം. ഗോൾഡ് ക്ലാഡഡായി, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വർണം പൊതിഞ്ഞതാണ് ഇത് ദ്വാരപാലക ശില്പങ്ങളും പീഠവും വാതിലും കട്ടിലയും ശ്രീകോവിലും എല്ലാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിരിക്കെ 5/7/2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതാണെന്നിരിക്കെ അവ ചെമ്പ് തകിടുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി, ബാംഗ്ലൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടെടുത്താണ് ഈ ഗൂഢാലോചനയുടെ തുടക്കം. ആ ഗൂഢാലോചന തുടങ്ങുന്നത് അതാണ്. പിന്നീട് അയാൾ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോകുന്നു, അയാൾ അവിടുന്ന് സ്വർണം പൂശുന്നു, അതിനുള്ള സ്വർണം അയാൾ അടിച്ചു മാറ്റുന്നു, ഇപ്പോൾ ആ സ്വർണം അയാൾ വിറ്റു എന്നും അത് ഭൂമിയുടെ വാർഡിൽ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ തുടക്കം 5/7/2019 ആ ബോർഡിൻ്റെ ഉത്തരവിൽ നിന്നാണ്. ആ ബോർഡിൻ്റെ പ്രസിഡന്റ് എ പത്മകുമാറായിരുന്നു. ആ ബോർഡിൽ വേറെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അവർ ഈ ദ്വാരപാലകർ ചെമ്പ് തകിടുകളാണ് എന്ന് പറയുന്ന സമയത്ത് അവർക്കുൾപ്പെടെ അറിയാവുന്നതാണ് 1998 ഇത് സ്വർണം പൊതിഞ്ഞതാണ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, അവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഈ സ്വർണം തിരുവാഭരണങ്ങളിൽ സ്വർണം പൂശുന്നു അല്ലെങ്കിൽ റിപ്പയറോ അറ്റകുറ്റപ്പണികളോ ഒക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രിമൈസസിനകത്ത് വെച്ച് നടത്തേണ്ടതാണ് എന്നുള്ളത് ദേവസ്വം മാനുവലിൻ്റെ ഈ പറഞ്ഞ പോലെ റൂൾ 11 ചാപ്റ്റർ 11 റൂൾ 38 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി അറിയാവുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. അപ്പം ഇത് മല്ലയ്യ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാവുന്നതാണ് ദേവസ്വം ബോർഡിന്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രിമൈസസിൽ വെച്ച് നടത്തേണ്ടതാണ് എന്നറിയാവുന്നതാണ് ദേവസ്വം ബോർഡിന്. എന്നിട്ടും ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകർ ചെമ്പാണ്, അത് സ്വർണം പൂശണം എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോയത് പുറത്തു കൊണ്ടുപോകാൻ ഇടയായിട്ടുള്ള ഉത്തരവ് 5/7/2019 എ പത്മകുമാറിന് നേതൃത്വമുള്ള ബോർഡാണ് ഇറക്കിയതെങ്കിൽ എ പത്മകുമാർ പ്രതിയാണ്, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതിന് വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കളെ? അത് അന്വേഷണ സംഘവും അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് പ്രത്യേക അന്വേഷണ സംഘം ബോർഡിനെ 8ാം പ്രതിയാക്കിയിരിക്കുന്നത്. ഇപ്പം ഗൂഢാലോചനയിൽ പത്മകുമാർ അടങ്ങുന്ന ബോർഡുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് ഞാൻ നേരത്തെ തെളിയിച്ചു. അവരെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന എന്താണ്? റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റാന്നിയിലെ റിമാൻഡ് റിപ്പോർട്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട്, 9 പേജുള്ള റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ FIR പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്?
ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിട്ടുള്ള സുമാർ 2 കിലോ തൂക്കം വരുന്ന സ്വർണം ചതി ചെയ്ത് വിശ്വാസവഞ്ചന ചെയ്ത് 1 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നഷ്ടമുണ്ടാകുക എന്ന ഉദ്ദേശത്തോടെ. അപ്പം എഫ്ഐആർ തുടങ്ങുന്നത് തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പൊതിഞ്ഞിട്ടുള്ള സ്വർണം എന്നുള്ളതാണ്. അപ്പം ആ പൊതിഞ്ഞിട്ടുള്ള സ്വർണം 1 മുതൽ 10 വരെയുള്ള പ്രതികൾ എന്ന് പറഞ്ഞാൽ അതിൽ 8-ാം പ്രതിയാണ് ദേവസ്വം ബോർഡ്. അവർ പ്രതികൾക്ക് അന്യായ ലാഭവും ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അത് ചെയ്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ എഫ്ഐആറിന്റെ തുടക്കത്തിൽ പറയുന്നു. ഇനി എ പത്മകുമാർ അറസ്റ്റിലാകുന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന അടങ്ങിയിട്ടുള്ളത് 9ാമത്തെ ഖണ്ഡികയിലാണ്. 9ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ളത് 2004 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ ശബരിമല കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്തിരുന്ന ആളും ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളും ശബരിമല ശ്രീകോവിലിലും മേൽക്കൂരയിലും ചുറ്റുഭാഗത്തും 998 സ്വർണം പതിച്ചെന്ന് അറിവുള്ള ആളുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾ ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും ടീ ശില്പങ്ങളിലെ തെക്കും വടക്കും ഭാഗങ്ങളിൽ പതിച്ചിട്ടുള്ള പില്ലറുകളിലും പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന സുമാർ 2 കിലോ തൂക്കം വരുന്ന സ്വർണം ചതിച്ച് വിശ്വാസവഞ്ചന ചെയ്തെടുത്ത് അന്യായമായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയും കരുതലോടും കൂടി ദേവസ്വം സ്വത്തുകൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മറ്റ് പ്രതികളുടെ ഒത്താശയോടുകൂടി 1-ാം പ്രതി സ്വർണം പതിച്ച ചെമ്പ് തകിടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി നൽകാമെന്ന് ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ച്, അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അറിയാമായിരുന്നു. അത് തട്ടിയെടുത്ത് വിശ്വാസവഞ്ചന കാണിച്ച് അയാൾക്ക് ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നഷ്ടം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അതിൽ സ്വർണം പൂശാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരെ 17/6/2019 ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകി എന്നാണ് 9ാമത്തെ പാരഗ്രാഫിൽ ആമുഖമായി പറയുന്നത്. ഇനി അടുത്ത വാചകം വായിക്കുമ്പോഴാണ് എ പത്മകുമാർ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറസ്റ്റിലാകും എന്നത് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നത്. എന്താണ് ഈ നഷ്ടമുണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ 17/6/2019 ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയ ശേഷം പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എന്താണെന്നറിയാവോ? ദേവസ്വം ബോർഡ് അധികൃതരുടെ സഹായത്തോടുകൂടി നിലവിലുള്ള ചട്ടങ്ങൾക്കും കേരള ഹൈക്കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി. അപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾക്കും കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കും വിരുദ്ധമായി ദേവസ്വം ബോർഡ് അധികൃതരുടെ സഹായത്തോടുകൂടി. ആരാണ് ദേവസ്വം ബോർഡ് അധികൃതർ? ദേവസ്വം ബോർഡ് അധികൃതർ എന്ന് പറഞ്ഞാൽ 2019 ദേവസ്വം ബോർഡ് അധികൃതർ എന്ന് പറഞ്ഞാൽ എ പത്മകുമാറിന്റെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡ്. അവരുടെ സഹായത്തോടുകൂടി കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി 19/7/2019 20/7/2019 തീയതികളിലായി ഇളക്കിയെടുത്ത് കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോവുകയും തുടർന്ന് ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ച് അവരുടെ സഹായത്തോടുകൂടി മേൽപ്പറഞ്ഞ സ്വർണം പതിച്ച ചെമ്പ് തകിടുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് അന്യായമായി കൈവശപ്പെടുത്തിയും ആയുധം മറച്ചു വെക്കുന്നതിനായി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം എന്താണ് സ്ഥിതി? ദേവസ്വം ബോർഡിന് അന്യായമായ ലാഭമുണ്ടാക്കാനും നഷ്ടമുണ്ടാക്കാനും പ്രതികൾക്ക് ലാഭമുണ്ടാക്കാനും വേണ്ടി ദേവസ്വം ബോർഡിന് അപേക്ഷ സമർപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതരുടെ സഹായത്തോടു കൂടിയും നിലവിലുള്ള ചട്ടങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ഇത് ഇളക്കിയെടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി പണമുണ്ടാക്കി. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് അപേക്ഷ സമർപ്പിക്കുന്നു. ദേവസ്വം ബോർഡ് അധികൃതർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ നിലവിലുള്ള ചട്ടങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവിനും വിരുദ്ധമായി ഇത് ചെയ്യാൻ അനുവദിക്കുന്നു. ക്ലിയർ അല്ലേ? അതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ തട്ടിപ്പിൻ്റെ പരിപാടി ദേവസ്വം ബോർഡ് അധികൃതരുടെ അംഗീകാരത്തോടു കൂടിയും ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായും ഇത് പുറത്തു കൊണ്ടുപോയി തട്ടിച്ചു. അപ്പം
അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിരീക്ഷണം എന്താ സുഹൃത്തുക്കളെ? നിരീക്ഷണം എന്ന് പറയുന്നത് 2016 മുതൽ 19 വരെ എ പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് ആയിരുന്ന ദേവസ്വം ബോർഡ്, ആ ബോർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്താൻ സഹായം ചെയ്തു കൊടുത്തു ബോർഡ് എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പിൻ്റെ ഗൂഢാലോചനയിൽ ബോർഡ് പങ്കാളിയായി. ആ തട്ടിപ്പിൽ ബോർഡ് പിന്നെ പങ്കാളിയായി, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ എ പത്മകുമാർ അതിനകത്ത് പങ്കാളിയായി, അയാളുടെ കൂടെയുള്ള മെമ്പർമാരും പങ്കാളികളായി. അപ്പോൾ അതിൽ നിന്ന് സംശയലേശമന്യേ അൺഇക്വോക്കലായി തെളിയുന്നത് എ പത്മകുമാർ ഈ തട്ടിപ്പിൽ പങ്കാളിയായി എന്നാണ്. എ പത്മകുമാർ ഈ തട്ടിപ്പിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ എ പത്മകുമാർ അറസ്റ്റിലാകും എന്നുള്ളത് ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ എ പത്മകുമാർ വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി എ പത്മകുമാർ അറസ്റ്റിലായി കഴിയുമ്പോഴാണ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുക. കാരണം എ പത്മകുമാർ സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യും എന്ന് ആരും വിശ്വസിക്കുന്നില്ല CPM-ൽ. സ്വാഭാവികമായും അറസ്റ്റിലായ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുകളിലുള്ളവർ കൂടി പ്രതികളാകാനുള്ള സാധ്യത വർദ്ധിക്കും. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ തീരുമാനം അതിന് മുകളിലെടുത്തതാണെന്നും ദേവസ്വം മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളും പിന്നെ പുറത്തു വരും. അപ്പോൾ പ്രതികൾ മുകളിലുള്ളവരുമാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തട്ടിപ്പ് നടത്താൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് സഹായം ചെയ്തു കൊടുത്ത ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് എ പത്മകുമാർ എന്നത് അത് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അധികൃതർക്ക് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. അത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലാണ്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി, അറിവോടുകൂടി, സമ്മതത്തോടു കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത അറസ്റ്റ് അല്ലെങ്കിൽ അടുത്തതോ ആയിട്ടുള്ള അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എ പത്മകുമാറിനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് സൂക്ഷ്മമായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.